എല്ലാവർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി വെൽക്കം. ഇന്ന് നമ്മൾ +2 അക്കൗണ്ടൻസിയുടെ ആൻസർ കീ ആണ് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ആൻസർ കീയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതായത് നമുക്ക് ഈ ഒരു ആൻസർ കീയുടെ PDF നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ട് ഒരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് PDF നൽകുന്നതാണ്. അപ്പോൾ അതുകൂടാതെ നിങ്ങൾക്ക് അക്കൗണ്ടൻസി വിത്ത് AFS, അതായത് നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമുക്ക് AFS ഓപ്ഷനായിട്ടുള്ള ആളുകളുടെ +2 അക്കൗണ്ടൻസിയുടെ ആൻസർ കീം അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭ്യമാണ്. പിന്നെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നടത്താൻ ഉദ്ദേശിക്കുന്നതിന് കുറേ സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് വേണമെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇഫ് ദി പാർട്ണർഷിപ്പ് ഡീഡ് ഈസ് സൈലൻറ്റ്, പാർട്ണർഷിപ്പ് ഡീഡിൽ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ ഇൻട്രസ്റ്റ് ഈസ് പേയബിൾ ഓൺ ക്യാപിറ്റൽ ഡാഷ് ഇൻട്രസ്റ്റ്, എത്ര ശതമാനം ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം പാർട്ണർഷിപ്പ് ഡീഡിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല എങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അവൈലബിൾ അല്ല, അല്ലേ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നോ എന്നുള്ളതാണ് ആൻസറായിട്ട് വരുന്നത്, അല്ലേ? നമുക്ക് 6% വരുന്നത് ലോണിൻ്റെ കേസിലാണ്. പാർട്ണർഷിപ്പ് ഡീഡിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ 6% ലോണിൻ്റെ ഇൻട്രസ്റ്റ് നൽകേണ്ടതാണ്, അല്ലേ? പക്ഷേ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ടത് കൊടുക്കേണ്ടതില്ല എന്നർത്ഥത്തിൽ നോ എന്നുള്ള ആൻസറിലേക്ക് വരുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യങ്ങൾ കൂടി പറയുന്നു. അതായത് +2 അക്കൗണ്ടൻസിയുടെ ക്ലാസ്സുകൾ, നമ്മുടെ ഫുള്ളായിട്ടുള്ള ക്ലാസ്സുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ 2024 നിങ്ങൾക്ക് പഠിക്കേണ്ട ക്ലാസ്സുകൾ അതിൻ്റെ ഓർഡറിൽ, അതായത് പാർട്ണർഷിപ്പിൻ്റെ അഡ്മിഷൻ മുതൽ അവസാനം വരെയുള്ള ക്ലാസ്സുകൾ ചാനൽ ലഭ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കി പഠിക്കാവുന്നതാണ് കേട്ടോ. വളരെ മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്ലാസ്സാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ ക്ലാസ്സിന് ശേഷവും നമ്മൾ മുൻ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 1-2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുൻ വർഷങ്ങളിൽ നമ്മൾ essay ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെയുള്ളത് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്ലാസ്സുകൾ നിങ്ങൾ കണ്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ല മാർക്കോട് നിങ്ങൾക്ക് പാസ്സാകാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് പഠിച്ചു തുടങ്ങുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ ലഭിക്കുന്നതുമാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് തന്നെ പോകാം. നമുക്ക് അജയ് ആൻഡ് വിജയ് ആർ പാർട്ണേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ 5:3. 5:3 അജയും വിജയും പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത്, അല്ലേ? പുതിയൊരു പാർട്ണർ അജ്നാസിനെ അഡ്മിറ്റ് ചെയ്യുന്നു ആസ് എ ന്യൂ പാർട്ണർ ഫോർ 1/10 ഷെയർ. 10/1 ഷെയറിനാണ് പുതിയ പാർട്ണറെ അഡ്മിറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പുതിയ പാർട്ണർ വന്നതിന് ശേഷം അജയുടെയും വിജയുടെയും സാക്രിഫൈസിങ് റേഷ്യോ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു എളുപ്പ വഴി പഠിച്ചു വെച്ചിട്ടുണ്ട്. ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ന്യൂ റേഷ്യോ തന്നിട്ടില്ല എങ്കിൽ ഓൾഡ് റേഷ്യോ തന്നെയായിരിക്കും സാക്രിഫൈസിങ് റേഷ്യോ എന്നല്ലേ. ഇവിടെ പുതിയ പാർട്ണർക്ക് എത്രയാണ് ഷെയർ എന്ന് പറഞ്ഞിട്ടുള്ളൂ. പുതിയ പാർട്ണറെ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം 3 പേർക്കോടും കൂടിയ ന്യൂ റേഷ്യോ തന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ തരാത്തതുകൊണ്ട് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഓൾഡ് റേഷ്യോ തന്നെയാണ് സാക്രിഫൈസിങ് റേഷ്യോ എന്ന് മനസ്സിലാക്കി നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്, അല്ലേ? നമ്മളത് കറക്റ്റായിട്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 5:3 എന്ന് തന്നെയായിരിക്കും നിങ്ങൾക്ക് സാക്രിഫൈസിങ് റേഷ്യോ ലഭിക്കുക, അല്ലേ? അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ കൂടുതൽ കാൽക്കുലേഷൻ ഇല്ലാതെ തന്നെ 5:3 എന്നുള്ളത് കണ്ടുപിടിക്കാം. ദെൻ ടോട്ടൽ അസറ്റ്സ് എക്സ്ക്ലൂഡിംഗ് ഗുഡ് വിൽ മൈനസ് ഔട്ട്സൈഡ് ലൈബിലിറ്റീസ്. അസറ്റ്സ് മൈനസ് ലൈബിലിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നെറ്റ് അസറ്റ്സ് ആണ്. അസറ്റ്സിൽ നിന്ന് ലൈബിലിറ്റീസ് കുറച്ച് കഴിഞ്ഞാൽ അത് നെറ്റ് അസറ്റ്സ് എന്നാണ് പറയുക. ദെൻ ഓൺ ഡെത്ത് ഓഫ് എ പാർട്ണർ ദ ഡിസീസ്ഡ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വിൽ ബി ക്രെഡിറ്റഡ് വിത്ത്. ഒരു പാർട്ണർ മരിക്കുമ്പോൾ ആ മരിച്ച പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ എന്താണ് ക്രെഡിറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് കൂടുക എന്നുള്ളതാണ്. അതായത് ഹിസ് ഷെയർ ഓഫ് ഗുഡ് വിൽ, ആ ഡിസീസ്ഡ് പാർട്ണറുടെ ഷെയർ ഓഫ് ഗുഡ് വിൽ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടതാണ്. ദെൻ ഓൺ അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ണർ ഇൻക്രീസിംഗ് ദ വാല്യൂ ഓഫ് അസറ്റ്സ് ഈസ് ക്രെഡിറ്റഡ് ടു. ഒരു പുതിയ പാർട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അസറ്റ്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണമെന്ന് പഠിച്ചിട്ടുണ്ട്, അല്ലേ? റീവാലുവേഷൻ അക്കൗണ്ട്. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് പകരമായിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്നും പറയാറുണ്ട്. അപ്പോൾ ഇതൊരു ആൻസറായിട്ട് വരും. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് തന്നിട്ടില്ലാത്തത് കൊണ്ട് അത് മാത്രം എടുത്തിട്ടുള്ളെങ്കിൽ ഒരു പക്ഷേ നൺ ഓഫ് ദീസ് എന്നുള്ള ഒരു ആൻസറിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. പക്ഷേ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടും കറക്റ്റായിട്ടുള്ള ആൻസർ തന്നെയാണ്. അതാണെങ്കിലും കുഴപ്പമില്ലാത്തതാണ്. ഏതായാലും നിങ്ങൾക്ക് ഇത് 2 എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഇതൊരു ഫൈനൽ ആൻസർ കീ അല്ല, നിങ്ങൾക്ക് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള മാർക്ക് ടീച്ചേഴ്സ് നിങ്ങൾക്കത് പറഞ്ഞു തരുന്നതാണ്. ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് എഴുതി കഴിഞ്ഞാലും ഒപ്പം തന്നെ റിവാലുവേഷൻ അക്കൗണ്ട് മാത്രമാണ് എടുക്കുന്നതെന്ന് ആ ഒരു അസംഷനിൽ ഇവിടെ നൺ ഓഫ് ദീസും എടുക്കാം. പക്ഷേ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എടുക്കുന്നതിനും തടസ്സമില്ല. ദ ഡെബിറ്റ് ബാലൻസ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ് അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ണർ ഈസ്. അപ്പോൾ നമുക്കിവിടെ ഡെബിറ്റ് ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിച്ചിരിക്കുന്ന ഡെബിറ്റ് ബാലൻസ്, ആ ബാലൻസ് ഷീറ്റിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ബാലൻസ് അത് നമ്മൾ പാർട്ണറുടെ റിട്ടയർമെൻറ്റ് സമയത്ത് എന്തായിട്ടാണ് കരുതുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ബാലൻസ് അത് പ്രോഫിറ്റാണ്. അത് ബാലൻസ് ഷീറ്റിൻ്റെ ലൈബിലിറ്റി സൈഡിലാണ് ഉണ്ടായിരിക്കുക.
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു അക്യുമുലേറ്റഡ് ലോസ് ആണ്. അക്യുമുലേറ്റഡ് ലോസ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ബാലൻസ് ആണ്, ക്രെഡിറ്റ് ബാലൻസ് എന്ന് നോക്കണം. അത് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ അത് അക്യുമുലേറ്റഡ് ലോസും, ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ അത് അക്യുമുലേറ്റഡ് പ്രോഫിറ്റും ആയിരിക്കും. പഠിച്ചു വയ്ക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ലിസ്റ്റ് ഡൗൺ ദ വേരിയസ് സർക്കംസ്റ്റൻസ് നീഡഡ് ഫോർ ദി വാലുവേഷൻ ഓഫ് ഗുഡ് വിൽ ഇൻ ദ പാർട്ണർഷിപ്പ് ഓഫ് എ ഫേം. ഒരു പാർട്ണർഷിപ്പിൽ ഗുഡ്വില്ലിൻ്റെ വാലുവേഷന് കാരണമാകുന്ന വ്യത്യസ്ത സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക. ഇവിടെ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അഡ്മിഷൻ ഓഫ് എ പാർട്ണർ, റിട്ടയർമെൻറ്റ് ഓർ ഡെത്ത് ഓഫ് എ പാർട്ണർ, അമാൽഗേഷൻ ഓഫ് ന്യൂ പാർട്ണർഷിപ്പ് ഫേം അല്ലേ. ഇത്രയും സാഹചര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് ഒരു ഗുഡ്വില്ലിൻ്റെ വാലുവേഷൻ നടത്തേണ്ടി വന്നേക്കാം. ദെൻ എ ബി സി ആൻഡ് പാർട്ണേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് 3:2:1 അല്ലേ. ദേ അഡ്മിറ്റ് ഡി ഫോർ 10% പ്രോഫിറ്റ്. കാൽക്കുലേറ്റ് ദ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അപ്പോൾ 3 പാർട്ണേഴ്സിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്. അതിൽ പുതിയൊരു പാർട്ണറെ അഡ്മിറ്റ് ചെയ്യുകയാണ്. 10% പ്രോഫിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 10% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാലും അത് 10-1 പ്രോഫിറ്റ് എന്ന് തന്നെയാണ് അർത്ഥം കേട്ടോ. 10% എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 100-ൽ 10 ആണല്ലേ. അപ്പോൾ 10-1 തന്നെയാണ്. അപ്പോൾ അത് വെച്ചുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്ത ന്യൂ റേഷ്യോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ന്യൂ റേഷ്യോ നിങ്ങൾ കണ്ടുപിടിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 9:6:3:2 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ന്യൂ റേഷ്യോ കണ്ടുപിടിക്കുക. അപ്പോൾ ഓൾഡ് റേഷ്യോ ഇവിടെ തന്നിട്ടുണ്ട് 3:2:1. പുതിയ ആളുടെ ഷെയർ 10%, അതായത് 10-1 എടുക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ടോട്ടൽ 1 ആയിട്ട് എടുത്തിട്ട് റിമൈനിങ് ഷെയർ എത്രയാണ്? 10-ൽ 10-1 പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 9/10 ആണല്ലേ. അപ്പോൾ 9/10 ഇൻറ്റു 3/6 7 പുതിയ ഷെയർ കിട്ടും, 27/60. ബിയുടെ പുതിയ ഷെയർ കണ്ടുപിടിക്കാൻ വേണ്ടി 9/10 ഇൻറ്റു 2/6 അല്ലേ. റിമൈനിങ് ഷെയർ ഇൻറ്റു അവരുടെ ഓൾഡ് ഷെയർ, അങ്ങനെയാണ് നമ്മളിവിടെ പുതിയ ഷെയർ കണ്ടുപിടിക്കുന്നത് അല്ലേ. സിയുടെ ന്യൂ ഷെയർ അതുപോലെ തന്നെ കണ്ടുപിടിക്കുന്നു. ബാക്കിയുള്ളത് മൊത്തം 60 ടോട്ടൽ വരുന്നത് അല്ലേ. ഇപ്പോൾ 27, 18, 9 കൂട്ടിയിട്ട് 60 ബാക്കിയുള്ളത് ആണ് അടുത്ത ആൾക്ക് ഡിയുടെ 6/60 വരും അല്ലേ. അപ്പോൾ ടോട്ടലായിട്ട് നമുക്ക് അതിനെ വെട്ടിച്ചിരിക്കുക ചെയ്യുമ്പോൾ നമുക്ക് 9:6:3:2 എന്ന് കിട്ടും. ഇനി H1 and H2 are partners in a firm sharing profits and losses in the ratio of 3:2. They admit Chinnu as a new partner for 1/5 ഷെയർ ഓഫ് പ്രോഫിറ്റ്. പുതിയൊരു പാർട്ണറെ അഡ്മിറ്റ് ചെയ്യുന്നു. 1/5 ഷെയർ ഓഫ് പ്രോഫിറ്റ് ആണ്. ചിന്നു ബ്രിങ്സ് 20,000 ആസ് ക്യാപിറ്റൽ ആൻഡ് 4,000 ആസ് ഹിസ് ഷെയർ ഓഫ് ഗുഡ് വില്. അപ്പോൾ പുതിയ പാർട്ണർ ക്യാപിറ്റലും കൊണ്ടുവരുന്നുണ്ട്, അയാളുടെ ഷെയർ ഓഫ് ഗുഡ് വില് 4,000 കൊണ്ടുവരുന്നുണ്ട് അല്ലേ. ഗീവ് നെസസറി ജേണൽ എൻട്രീസ് വെൻ ദ എമൗണ്ട് ഓഫ് ഗുഡ് വിൽ ഈസ് റീറ്റൈൻഡ് ഇൻ ദ ബിസിനസ്. ബിസിനസ്സിൽ തന്നെ എമൗണ്ട് റീറ്റൈൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗുഡ് വില് വിഡ്രോ ചെയ്യുന്നില്ല അല്ലേ. ഇപ്പോൾ വിഡ്രോ ചെയ്യുന്നതിന് ജേണൽ എൻട്രി വേണ്ട. ആ പുതിയ പാർട്ണർ ക്യാപിറ്റൽ കൊണ്ടുവരുന്നതും ഗുഡ് വില് കൊണ്ടുവരുന്നതിൻ്റെ ജേണൽ എൻട്രി നമുക്ക് കാണിച്ചാൽ മതിയാവും അല്ലേ. അതാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. നോക്കുക, നമുക്കിവിടെ ക്യാപിറ്റൽ കൊണ്ടുവരുന്നതിന് ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ചിന്നൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് ജേണൽ എൻട്രി എഴുതാം. ഇനി ഗുഡ് വിൽ കൊണ്ടുവരുന്നതിന് ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു പ്രീമിയം ഫോർ ഗുഡ് വിൽ, അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ഗുഡ് വിൽ എന്ന് പറഞ്ഞിട്ട് ആ ജേണൽ എൻട്രി എഴുതാം അല്ലേ. അല്ലെങ്കിൽ നമുക്ക് പിന്നെന്ത് ചെയ്യണം, ഇവിടെ പ്രീമിയം ഫോർ ഗുഡ് വിൽ അക്കൗണ്ട് അറ്റ് ടു ഇച്ചൂസ് ക്യാപിറ്റൽ നെച്ചൂസ് ക്യാപിറ്റൽ അല്ലേ. അയാൾ ഗുഡ് വിൽ കൊണ്ടുവന്നു, അത് ഓൾഡ് പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്ന ജേണൽ ഇവിടെ എഴുതണം അല്ലേ. ഇത്ര എഴുതണം അല്ലേ. അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് എങ്ങനെ എഴുതാവുന്നതാണ്, ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ചിന്നൂസ് ക്യാപിറ്റൽ, ടു ഇച്ചൂസ് ക്യാപിറ്റൽ, ടു നെച്ചൂസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് ഈ രീതിയിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. കമ്പൈൻഡ് ആയിട്ട് എഴുതാം. ഇങ്ങനെ രണ്ടായിട്ട് എഴുതുന്നതിനും കുഴപ്പമില്ല കേട്ടോ. അനു, ബിനു ആൻഡ് സിനു ആർ ഈക്വൽ പാർട്ണേഴ്സ്. ബിനു റിട്ടയേഴ്സ്, ഒരു പാർട്ണർ റിട്ടയർ ചെയ്യുന്നു. ഓൺ ദി ഡേറ്റ് ഓഫ് ഹിസ് റിട്ടയർമെൻറ്റ് ദ ബാലൻസ് ഷീറ്റ് ഓഫ് ദി ഫേം ഷോഡ് എ ഡെബിറ്റ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 15,000. 15,000 രൂപയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ബാലൻസ് അല്ലേ, അതായത് ലോസ് ആണ്. അതിന് ജനറൽ റിസർവ് 36,000 ഉണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ജേണൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. റിട്ടയർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഓൾറെഡി അവരുടെ ബാലൻസ് ഷീറ്റിൽ നിലവിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ എല്ലാ പാർട്ണേഴ്സിൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം അല്ലേ. അക്യുമുലേറ്റ് ലോസ് ആണ്. ജനറൽ റിസർവ് ഉണ്ടെങ്കിൽ പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. ഈക്വൽ പാർട്ണേഴ്സാണ്, അപ്പോൾ 1:1:1 ചെയ്യേണ്ടത്. അപ്പം അതാണ് അടുത്തത്. നോക്കുക, ഇവിടെ ആദ്യം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ 15,000 രൂപ നമ്മൾ 1:1:1 ഡിവൈഡ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ 5,000 കിട്ടും. അപ്പോൾ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം, അക്യുമുലേറ്റഡ് ലോസ് ആണ്, പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജേണൽ എൻട്രിയിൽ വരെ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ജേണൽ എൻട്രിയിൽ ആ ക്യാപിറ്റൽ അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യണം. പനൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു ബിനൂസ് ആൻഡ് ബിനൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് സിനൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലേ. അതായത് 3 പാർട്ണേഴ്സിൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ 2 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് 5,000 കാണിക്കണം അല്ലേ. ഇനി ജനറൽ റിസർവ് ആണെങ്കിൽ നേരെ തിരിച്ചാണ്. ജനറൽ റിസർവ് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ജനറൽ റിസർവിൽ നമ്മൾ എന്ത് ചെയ്യണം, ജനറൽ എൻട്രി ഡെബിറ്റ് ചെയ്യണം അല്ലേ. ജനറൽ റിസർവ് അക്കൗണ്ട് അറ്റ് ടു അനൂസ് ക്യാപിറ്റൽ, ടു ബിനൂസ് ക്യാപിറ്റൽ, സിനൂസ് ക്യാപിറ്റൽ അല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമ്മളത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ഈ പ്രോബ്ലംസ് എല്ലാം വർക്കൗട്ട് ചെയ്യാം. ഞാനത് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. നിങ്ങൾക്കതിൻ്റെ ഒരു ആൻസർ കീ തീർച്ചയായിട്ടും ഇൻസ്റ്റയിൽ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ മെസ്സേജ് അയയ്ക്കുക. അത് അക്കൗണ്ടൻസി വിത്ത് സി ആണെങ്കിലും അക്കൗണ്ടൻസി വിത്ത് AFS ആണെങ്കിലും അതിൻ്റെ
ആൻസർ കീ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഞാൻ പറഞ്ഞ പോലെ പ്ലേലിസ്റ്റ് നോക്കി കൂടുതൽ നന്നായിട്ട് ക്ലാസ്സുകൾ പഠിച്ചെടുക്കുക. എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് അത് ലഭ്യമാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നമുക്ക് വീണ്ടും കാണാം. താങ്ക്